നമസ്കാരം. കുറച്ചു ദിവസമായി വന്യജീവി ആക്രമണത്താൽ ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ വന്യജീവികൾ കൊന്നത് 15 പേരെയാണ്. വയനാട് വാഗിരിൽ ഡിസംബർ 9-ന് പ്രജിഷ് എന്ന ചെറുപ്പക്കാരനെ കടുവയാണ് കൊലപ്പെടുത്തിയത്. പിന്നീടും പലതവണ അവിടെ കടുവയുടെ ആക്രമണം ഉണ്ടായി. കാട്ടാനാക്രമണത്തിൽ മാത്രം കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിട്ട് കൊല്ലപ്പെട്ടത് 9 പേരാണ്. ഇടുക്കിയിൽ 5 പേരും വയനാട്ടിൽ 3 പേരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മലയോര മേഖലയെ ഭയത്തിന്റെ പിടിയിലാക്കുകയാണ് ഈ ആക്രമണങ്ങളെല്ലാം. ആനയെയും കുരങ്ങിനെയും പന്നികളെയും പേടിച്ച് ഹൈറേഞ്ചുകളിലെ കൃഷിയും ഏറെക്കുറെ അവസാനിപ്പിച്ച നിലയിലാണ് കർഷകർ. പൂർവികർ അധ്വാനിച്ച് പൊന്നാക്കിയ മണ്ണ് വിട്ട് കർഷകർ മലയിറങ്ങുകയാണ്, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് മാത്രം. കോഴിക്കോട് തിരുവമ്പാടിയിൽ കരടിയുടെ ആക്രമണത്തിൽ ജിനേഷ് മരിച്ചത് ജനുവരി 16-ന്. കോഴിക്കോട്ടെ കക്കയത്ത് എബ്രാഹിം എന്ന വൃദ്ധനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത് മാർച്ച് 5-നായിരുന്നു. കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇതിന്റെ ഇരട്ടിയിലധികം പേർക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും വയനാട്, ഇടുക്കി മണ്ഡലങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം വന്യജീവികളുടെ ആക്രമണം തന്നെയായിരിക്കും. ഗാർബിൾ റിപ്പോർട്ടിന്റെ കാലത്തുണ്ടായ ജനവിധി ഒരു സൂചനയാണെങ്കിൽ ഇത്തവണ ഇടുക്കിയിലും വയനാട്ടിലും ജനവികാരം പുറത്തു വരും. കോഴിക്കോടും പാലക്കാടും അതിന്റെ അലയൊലികളും ഉണ്ടാകും. മനുഷ്യനും ജീവിക്കണം, വന്യമൃഗങ്ങൾക്കും ജീവിക്കണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഭരണകൂടം ചെയ്യേണ്ടതുണ്ട്. ഇനിയൊരു ജീവനും വന്യജീവി ആക്രമണത്താൽ പൊലിയാതിരിക്കട്ടെ.